നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ തേർഡ് മോഡ്യൂള് തുടങ്ങി അല്ലേ? തേർഡ് മോഡ്യൂളില് സാനിറ്ററി എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. സെക്കൻഡ് മോഡ്യൂളില് വാട്ടർ ട്രീറ്റ്മെന്റ് ആയിരുന്നു. തേർഡ് മോഡ്യൂളില് ആ ഉപയോഗിച്ച വെള്ളം വേസ്റ്റ് ആയി മാറിയതിനു ശേഷം അതിന്റെ ട്രീറ്റ്മെന്റ്, പിന്നെ അതിന്റെ ആ ഒരു സീവേജിനെ കുറിച്ച് അല്ലെ, സീവറേജ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സീവറേജ് സിസ്റ്റം നോക്കി. പിന്നെ നമ്മൾ നിർത്തിയത് സിസ്റ്റംസ് ഓഫ് സീവേജ് കളക്ഷൻ പറഞ്ഞിട്ടാണ് അല്ലെ. അതായത് മെയിൻലി രണ്ട് സിസ്റ്റംസ് ഓഫ് സീവേജ് കളക്ഷൻ ആണുള്ളത്, കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ആണുള്ളത്. ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ. ഡ്രൈ ഓർ കൺസർവൻസി സിസ്റ്റം, അതുപോലെ വാട്ടർ കാരേജ് സിസ്റ്റം അല്ലേ. അതിലെ കൺസർവൻസി സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. എന്താണ് കൺസർവൻസി സിസ്റ്റം? നമ്മുടെ വേസ്റ്റ് ഒക്കെ മെയിൻലി നൈറ്റ് സോയിൽ അല്ലെ. നൈറ്റ് സോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാലോ അല്ലെ? ഹ്യൂമൻ എക്സ്ക്രീറ്റ. അപ്പൊ ആ നൈറ്റ് സോയിൽ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മാനുവലി ആണ്. മാനുവലി നമ്മൾ അതൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുപോയി പിന്നെ അവിടുന്ന് ഡിസ്പോസൽ ചെയ്യും അല്ലെ. ഒന്നെങ്കിൽ കമ്പോസ്റ്റിംഗ് വഴി, അല്ലെങ്കിൽ റെഫ്യൂസ് ഒക്കെ ആണെങ്കിൽ ലാൻഡ് ഫില്ല് വഴി നമ്മളത് ഡിസ്പോസ് ഓഫ് ചെയ്യും അല്ലെ. അതിന്റെ കുറെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നോക്കി. അഡ്വാൻറ്റേജ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇറ്റ് ഈസ് എക്കണോമിക്കൽ, ഇനിഷ്യൽ കോസ്റ്റ് കുറവാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ആ ഒരു സിസ്റ്റത്തിനുള്ളൂ അല്ലെ. നേരെ മറിച്ച് ഡിസഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. നമ്മുടെ വേസ്റ്റ് വാട്ടർ അതിൽ ക്യാരി ചെയ്യുന്നത് ത്രൂ ഓപ്പൺ ഡ്രെയിൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ നൈറ്റ് സോയിൽ, അത് അഥവാ ഇപ്പൊ നമ്മൾ പറഞ്ഞു വർക്കേഴ്സ് ആണ് അത് ഡിസ്പോസ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ അവരൊരു ദിവസം സ്ട്രൈക്കിൽ പോയാല് അന്നത്തെ അവസ്ഥ വളരെ മോശമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ കൺസർവൻസി സിസ്റ്റത്തിന് ഡിസഡ്വാൻറ്റേജസ് ആണ് ഒരുപാടുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ അതിന്റെ പോരായ്മകളെ മാറ്റാൻ വേണ്ടിയാണ് വാട്ടർ കാരേജ് സിസ്റ്റം കൊണ്ടുവന്നത്. ഓക്കെ. അപ്പൊ എന്താണ് വാട്ടർ കാരേജ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വാട്ടർ കാരേജ് സിസ്റ്റം അല്ലെ. അപ്പൊ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഇതെല്ലാം, ഈ വേസ്റ്റ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? എങ്ങോട്ടാണോ നമ്മൾ ഈ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്, അങ്ങോട്ട് വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. സോ ഇൻ ദിസ് സിസ്റ്റം വാട്ടർ ക്ലോസറ്റ്സ് പ്രൊവൈഡഡ് വിത്ത് ഫ്ലഷിംഗ് അറേഞ്ച്മെന്റ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതുപോലെ ഒരു വാട്ടർ ക്ലോസറ്റ് സിസ്റ്റം വിത്ത് ഫ്ലഷിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. പക്ഷേങ്കിൽ ഒരു എന്താണ് നമ്മള് ഫ്ലഷിംഗ് അറേഞ്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളം വെച്ച് കളയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ വെള്ളം വെച്ച് നമ്മൾ ആ വേസ്റ്റ് ഡിസ്പോസ് ഓഫ് ചെയ്യുന്നതാണ് വാട്ടർ കാരേജ് സിസ്റ്റം. ഇവിടെ ഫീക്കൽ മാറ്റർ ഇസ് ഫ്ലഷ്ഡ് വിത്ത് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമുക്കറിയാം അല്ലെ, വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ അത് ഡിസ്പോസ് ഓഫ് ചെയ്യുന്നത്. Water is used as a medium for conveying sewage through underground sewers. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോ ഒരു വീട്ടില് കുറെ അണ്ടർഗ്രൗണ്ട് സീവേഴ്സ് ഉണ്ടാവും അല്ലെ. അതായത് ഭൂമിയുടെ അടിയിലാണ് നമ്മൾ പൊതുവെ പൈപ്പുകൾ ലേ ചെയ്യുക. ആ പൈപ്പിലൂടെ വേസ്റ്റ് വാട്ടർ പോകും. Finally, the sewage is treated and then disposed by scientific methods.
അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ആ പൈപ്പുകളിലൂടെ വന്ന വെള്ളം മെയിൻ സീവറിലേക്ക് പോവും, റോഡിലുള്ള മെയിൻ സീവറിലേക്ക് പോവും. എന്നിട്ട് അത് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോവും, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് അല്ലേ. അതായത് നമ്മളൊരു സോഴ്സിൽ നിന്ന് വെള്ളം എടുത്ത് ആ വെള്ളം ട്രീറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ആ വേസ്റ്റ് വാട്ടർ, വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ നമ്മൾ എടുത്ത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ കൊടുക്കും. അപ്പൊ എന്ത് പറ്റും, ആ ഒരു സീവേജ് എന്ന് പറയുന്നത് ലിക്വിഡ് വേസ്റ്റ് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സീവേജ് പറഞ്ഞ ലിക്വിഡ് വേസ്റ്റ്. അപ്പൊ ആ ഒരു ലിക്വിഡ് വേസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ എവിടെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അവിടെ ഡിസ്പോസ് ചെയ്യും. അതൊരു പക്ഷേ ഏതെങ്കിലും വാട്ടർ ബോഡി ആവാം, അല്ലെങ്കിൽ ലാൻഡ് ആവാം. ഓക്കെ. The dry refuse is collected by bin system and then disposed by proper method. അതുപോലെ തന്നെ ഡ്രൈ റഫ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒഴിവാക്കുന്ന എല്ലാ ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലേ, അതിനെയാണ് റഫ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഒരു കണ്ടിരുന്നു അല്ലേ, ഡംപ് ചെയ്തിരിക്കുന്നത്, ഒരു ലാൻഡ് ഫില്ലൊക്കെ പോലെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാം കൂടെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് റഫ്യൂസ്. അപ്പൊ ആ റഫ്യൂസ് എങ്ങനെയാണ് നമ്മൾ വീട്ടിലത്തെ റഫ്യൂസ് കളക്ട് ചെയ്യുന്നത്? സ്ട്രീറ്റിലൊക്കെ നമ്മൾ വേസ്റ്റ് ബിൻസ് വെക്കും, വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ വലിയ സിസ്റ്റം വെക്കും. എന്നിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പീരിയോഡിക്കലി ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് വാട്ടർ കാരേജ് സിസ്റ്റത്തില് വേസ്റ്റ് എല്ലാം ഡിസ്പോസ് ഓഫ് ചെയ്യുന്നത്. സോ ഈ വാട്ടർ കാരേജ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കണം. അപ്പൊ ഈ വാട്ടർ കാരേജ് സിസ്റ്റത്തിൽ എന്തായാലും അഡ്വാൻറ്റേജസ് ഒരുപാട് ഉണ്ടാവും അല്ലേ. ഇറ്റ് ഈസ് എ ഹൈജീനിക് ആൻഡ് ഡീസന്റ് സിസ്റ്റം. ഹൈജീനിക് ആണ് അല്ലേ, വളരെ ശുദ്ധിയുള്ള ഒരു സിസ്റ്റം ആണ് അല്ലേ. അതായത് നമ്മുടെ പുറമേക്കൊന്നും കാണിക്കുന്നില്ല, ആ വേസ്റ്റ് പുറമേക്ക് എക്സ്പോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു മോസ്കിറ്റോ ബ്രീഡിംഗ് പ്ലേസസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. പിന്നെ അതുപോലെ ഫീക്കൽ മാറ്റർ ഈസ് ഇമ്മീഡിയറ്റ്ലി ഫ്ലഷ്ഡ് ഇൻ ടു ദ സീവർ ആൻഡ് ഹെൻസ് നോ പോസിബിലിറ്റി ഓഫ് ബാഡ് സ്മെൽ ആൻഡ് ഫ്ലൈ ന്യൂസൻസ്. നമ്മുടെ ഈ ഫീക്കൽ മാറ്റർ നമ്മൾ അപ്പപ്പോൾ ഫ്ലഷ് ചെയ്തങ്ങ് കളയും. ഫ്ലഷ് ചെയ്യുന്നതോട് കൂടി തന്നെ എന്ത് സംഭവിക്കും, അത് നമ്മുടെ സീവറിലേക്ക് പോകും. സീവർ എന്ന് വെച്ചാൽ എന്താണ്, പൈപ്പ്. ഓക്കെ, വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്, ആ പൈപ്പിലേക്ക് അങ്ങ് പോകും. So sewage is properly treated and then disposed. As such, there is no risk of epidemics. അതുകൊണ്ട് തന്നെ എപ്പിഡമിക്സ് ഒന്നും വരാൻ സാധ്യതയില്ല അല്ലേ. അതായത് പകരുന്ന അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. No chances for groundwater pollution. ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷനും അവിടെ സാധ്യതയില്ല അല്ലേ. ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ നമ്മുടെ കൺസർവൻസി സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു, നമ്മൾ ആ വേസ്റ്റ് അവിടെ തന്നെ വെക്കുകയെന്ന് വിചാരിക്കുക, ഗ്രൗണ്ടിൽ അവിടെ തന്നെ വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു മഴ പെയ്താലോ അല്ലെങ്കിൽ വെള്ളം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ താഴേക്ക് സീപ്പ് ഡൗൺ ചെയ്യും, ഇറങ്ങും, ഭൂമിയുടെ അടിയിലേക്ക് ഒലിച്ചു പോകും. അങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ നടക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ എങ്ങനെയാണ്, ഒരു പൈപ്പിലൂടെ വേസ്റ്റ് എല്ലാം ഒഴുകിപ്പോകും. അതുകൊണ്ട് അത് ഭൂമിയുടെ അടിയിലേക്ക് ഒലിച്ചിറങ്ങേണ്ട ഒരവസ്ഥ വരുന്നില്ല. ഓക്കെ. പിന്നെ സൺലൈറ്റ് is also carried through sewers and hence no chance of insanitation unlike open drainage system. അതായത് സൺലൈറ്റ് എന്തായിരുന്നു, സൺലൈറ്റ് നമ്മൾ ഇന്നലെ കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചു അല്ലേ, അതിലുള്ളതാണ് ഈ സീവർ, സൺലൈറ്റ്, സീവറേജ് അല്ലേ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റഫ്യൂസും അല്ലേ. ഓക്കെ. അപ്പൊ സൺലൈറ്റ് എന്ന് പറയുന്നത് അത്രയും ഒഫെൻസീവ് അല്ലാത്ത, നോൺ ഒഫെൻസീവ് ആയിട്ടുള്ള വേസ്റ്റ്, അതാണ് സൺലൈറ്റ് അല്ലേ. അപ്പൊ ആ സൺലൈറ്റ് ഇറ്റ് ഈസ് ഓൾസോ ക്യാരിഡ് ത്രൂ സീവേഴ്സ്.
അതുകൊണ്ട് അവിടെ ഒരു ഇൻസാനിറ്റേഷൻ, അതായത് ഡിസീസ് സ്പ്രെഡിങ്ങിന്റെ ഒരു ചാൻസും ഈ ഒരു സിസ്റ്റത്തിൽ കാണുന്നില്ല. മറ്റേ സിസ്റ്റത്തിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിരുന്നു അല്ലെ, ഓപ്പൺ ആയിട്ടാണ് ഇങ്ങനെ ചാലൊക്കെ പോലെ ആ ചാലിലൂടെ ഒഴുകുകയാണ് ചെയ്യുക. പക്ഷെ ഇതില് ഫുള്ളി ക്ലോസ്ഡ് ആണ്, ഫുൾ സീവേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, പൈപ്പുകൾ അല്ലെ. No involvement of human agency in collection, conveyance and disposal. ഇവിടെ ഒരു ഹ്യൂമൻ ഏജൻസിയും എന്തില്ല, കളക്ഷനോ കൺവേയൻസോ ഡിസ്പോസലോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. The treatment plant yields solid component, dry sludge cake, which can be used as good manure. A liquid component is useful for sewage farming and gaseous component is useful as fuel. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ നമ്മുടെ വേസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു വേസ്റ്റിന്റെ സോളിഡ് കോമ്പണന്റ് ഉണ്ടായിരിക്കും, ലിക്വിഡ് കോമ്പണന്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഗേഷ്യസ് കോമ്പണന്റും ഉണ്ടായിരിക്കും. അപ്പൊ അതിലെ ആ 3 കാര്യങ്ങളും നമുക്ക് ഓരോ കാര്യത്തിനായി ഉപയോഗിക്കാം. അതായത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം സോളിഡ് ഫോമിൽ വരുന്നത് സ്ലഡ്ജ് ആണ്, സ്ലഡ്ജ് എന്നാണ് പറയാ, ഡ്രൈഡ് സ്ലഡ്ജ്, നമ്മൾ ഉണക്കുന്ന സ്ലഡ്ജ്. അത് നമുക്ക് ഫെർട്ടിലൈസർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം, വളമായിട്ട്, ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് സോളിഡ് കോമ്പണന്റ്. ഓക്കെ, സ്ലഡ്ജ് എന്ന് പറയുന്ന സോളിഡ് കോമ്പണന്റ്. പിന്നെ അതിൽ വരുന്ന ലിക്വിഡ് കോമ്പണന്റ് എന്ന് പറയുന്നത് അതിന്റെ ആ ലിക്വിഡ് വെള്ളം, അത് നമുക്ക് ഫാമിങ്ങിന് ഉപയോഗിക്കാം അല്ലെ. സീവേജ് ഫാമിംഗ് എന്നാണ് പറയാ, ഫാമിങ്ങിന് ഉപയോഗിക്കാം. പിന്നെ ഗേഷ്യസ് കോമ്പണന്റ് എന്ന് പറയുമ്പോൾ ഗ്യാസ്, അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് നമുക്കൊരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം. ആ ഗ്യാസിനെയാണ് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയുന്നത്. പല വീടുകളിലൊക്കെ കാണാം ബയോഗ്യാസ് പ്ലാന്റ് അല്ലെ. ആ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്ലാന്റിൽ അങ്ങ് ഡിസ്പോസ് ചെയ്യും. അപ്പൊ ആ ഒരു ഫുഡ് വേസ്റ്റ് എല്ലാം ദ്രവിച്ച് ഡീകേ ചെയ്ത് അതിനകത്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് മീതെയിൻ. ആ മീതെയിൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വീട്ടിലുള്ള പല ആവശ്യങ്ങൾക്ക്, അതായത് ഇപ്പൊ സ്റ്റൗവിന്റെ സ്ഥാനത്തൊക്കെ നമുക്ക് ആ ഗ്യാസ് വേണമെങ്കിൽ ഈ മീതെയിൻ ഗ്യാസ് വെച്ച് പ്രവർത്തിപ്പിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ബയോഗ്യാസ്. പിന്നെ അതുപോലെ വാട്ടർ ക്ലോസറ്റ്സ് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ലിവിംഗ് റൂംസ് ആൻഡ് ഹെൻസ് എ കോമ്പാക്ട് ഡിസൈൻ ഓഫ് ബിൽഡിംഗ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൺസർവൻസി സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു, ടോയ്ലറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് വെക്കേണ്ടത് അല്ലേ, അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് ഓർഡർ വരും. പക്ഷേങ്കിൽ ഈ കേസിൽ എന്താണ്, നമ്മുടെ ബെഡ്റൂമിൽ തന്നെ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ തന്നെ നമുക്ക് ടോയ്ലറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാം അല്ലേ. ഇറ്റ് റിക്വയർസ് ലെസ് ഏരിയ ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ട്രീറ്റ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ഒന്നും അധികം സ്ഥലം വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് പറഞ്ഞത് അല്ലേ, കൺസർവൻസി സിസ്റ്റത്തില് ഹൈ ലാൻഡ് ഏരിയ ഈസ് റിക്വയർഡ് അല്ലെ, ലാർജ് ലാൻഡ് ഏരിയ ആവശ്യമാണെന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഈ ഒരു സിസ്റ്റത്തില് ലാൻഡ് ഏരിയ റിക്വയർഡ് ഇസ് ലെസ്. On the whole, it is a modern, decent, aesthetic, hygienic and scientific system and hence deserves adaptation. അപ്പൊ നമ്മൾ ഇതാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇതാണ് ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റം, ഒരു ഡീസന്റ് ആയിട്ടുള്ള നല്ല എസ്തെറ്റിക് ഹൈജീനിക് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, വാട്ടർ കാരേജ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇനിഷ്യൽ കോസ്റ്റ് ഇസ് ഹൈ. അതാ നമുക്ക് അറിയാം അല്ലെ, പൈപ്പൊക്കെ ലേ ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് കോസ്റ്റ്, അതിന്റെ ഒരു കോസ്റ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൈപ്പ് ആദ്യം നമുക്ക് സെറ്റപ്പ് ഉണ്ടാക്കണ്ടേ, അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു കൺസർവൻസി സിസ്റ്റം. പിന്നെ അതുപോലെ ഇറ്റ് മേ റിക്വയർ പമ്പിംഗ് ഓഫ് സീവേജ് അറ്റ് സർട്ടൻ സ്റ്റേജസ്. ഇതില് നമുക്ക് സീവേജ്
ചിലപ്പോൾ നമ്മുടെ വീട് നിൽക്കുന്നത് ഒരു ചെറിയ ലോ ലെവലിലായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ സ്ട്രീറ്റ് കുറച്ചും കൂടെ ഹൈ ലെവലിലായിരിക്കും, കുറച്ചും കൂടെ പൊന്തിയിട്ടായിരിക്കാം റോഡ് നിൽക്കുന്നത്. അപ്പൊ ആ റോഡിൽ നമ്മൾ അലൈൻ ചെയ്യുന്ന മെയിൻ സീവർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പൊന്തിയിട്ടായിരിക്കുമല്ലോ അല്ലെ. വീട്ടിലത്തെ സീവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പൊന്തിയിട്ടായിരിക്കും നമ്മുടെ റോഡിന്റെ അടിയിലുള്ള സീവർ സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മുടെ വീട്ടിലത്തെ സീവറിൽ നിന്ന് നമുക്ക് പമ്പ് ചെയ്തിട്ട് വേണ്ടി വരാം നമ്മുടെ സ്ട്രീറ്റ് സീവേഴ്സിലേക്ക് സീവേജ് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അതാണ് ചില സ്ഥലങ്ങളിൽ പമ്പിങ് ആവശ്യമായിട്ട് വരാം. പിന്നെ അതുപോലെ ഇറ്റ് റിക്വയർസ് സ്കിൽഡ് സൂപ്പർവിഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഇപ്പൊ സ്കിൽഡ് സൂപ്പർവിഷൻ ആവശ്യമാണ്. കാരണം പൈപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പൈപ്പിന് തന്നെ നമുക്ക് ഒരുപാട് അറിയുന്ന ആൾക്കാർ വേണം അതൊക്കെ പ്രവർത്തിപ്പിക്കാൻ അല്ലേ. മെഷീൻസ് ആണ്, മെഷീൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അറിയുന്ന ആൾക്കാർ തന്നെ വേണം അതൊക്കെ പ്രവർത്തിപ്പിക്കാൻ. ഓക്കെ, അപ്പൊ അതാണ് ഡ്രോബാക്ക്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? വാട്ടർ കാരേജ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കുറച്ച് സീവറേജ് സിസ്റ്റംസ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയതെന്ന് പറഞ്ഞാൽ സീവേജ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ഏതൊക്കെ സിസ്റ്റംസ് ആണെന്നാണ് നോക്കിയത്. അത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ, ഡ്രൈയും അതുപോലെ വാട്ടർ കാരേജ് സിസ്റ്റം. അത് എങ്ങനെ നമുക്ക് സീവേജ് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ഡിസ്പോസൽ വരെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇനി പറയുന്ന സീവറേജ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതായത് നെറ്റ്വർക്ക് ഓഫ് പൈപ്പ് ലൈൻസ്, അതാണ് സീവറേജ് അല്ലെ. ആ ഒരു ഹോൾ പൈപ്പ് ലൈൻ നെറ്റ്വർക്കിനെയാണ് സീവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ സീവറേജ് സിസ്റ്റംസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നെറ്റ്വർക്ക് ഓഫ് പൈപ്പ് ലൈൻസ് ഏതൊക്കെ ടൈപ്സ് ആണ് നമുക്ക് നോക്കാം. മെയിൻലി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കമ്പൈൻഡ് സിസ്റ്റം, സെപ്പറേറ്റ് സിസ്റ്റം, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം ഓർ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത് 3ഉമാണ് സീവറേജ് സിസ്റ്റംസ്. എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ വ്യത്യാസം? നേരത്തെ നമ്മൾ പറഞ്ഞ ഡ്രൈ സിസ്റ്റവും വാട്ടർ കാരേജ് സിസ്റ്റവും നമുക്കുള്ള വേസ്റ്റ് എങ്ങനെ ഡിസ്പോസൽ യൂണിറ്റിൽ എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറയുന്നത് ആ വാട്ടർ കാരേജ് സിസ്റ്റത്തില് കുറെ പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്സ് എങ്ങനെയൊക്കെയാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പൊ ആദ്യം കമ്പൈൻഡ് സിസ്റ്റം ആണ്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ only one set of sewer is laid which carry the domestic and industrial sewage and also the storm water. അതായത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാനും വീട്ടിൽ അതുപോലെ ഇൻഡസ്ട്രീസിലും ഉള്ള വേസ്റ്റ് കളക്ട് ചെയ്യാനും പിന്നെ അതുപോലെ സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മഴവെള്ളം അല്ലെ. അപ്പൊ മഴവെള്ളം ക്യാരി ചെയ്യാനും ഈ രണ്ടിനും ഒരൊറ്റ പൈപ്പേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതിനാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലി വൺ സെറ്റ് ഓഫ് സീവർ ഇസ് ലെയ്ഡ് വിച്ച് ക്യാരീസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജ് ആൻഡ് ഓൾസോ ദ സ്റ്റോം വാട്ടർ. കണ്ടിപ്പോ ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കുറച്ച് വീടുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റും അതുപോലെ സ്റ്റോം വാട്ടർ ഡ്രെയിനും അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നത് ഒരൊറ്റ പൈപ്പിലേക്കാണ്. അതുകൊണ്ടാണ് അതിനെ കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഏരിയാസ് വിത്ത് സ്മോൾ ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻഫോൾ. അതായത് ചെറിയ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലങ്ങൾ. ഓക്കെ, കുറച്ച് മഴ പെയ്യുന്ന സ്ഥലങ്ങളിലെ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ സിറ്റുവേഷൻസ് where the combined sewage has to be pumped
and also for heavy built up areas with a little space for laying sewer. അതായത് നമുക്ക് എവിടെ ഉപയോഗിക്കാം? നമ്മുടെ ഈ ഒരു കമ്പൈൻഡ് സീവേജ്, അതായത് ഇത് രണ്ടും നമ്മുടെ ഡൊമസ്റ്റിക്കും അതുപോലെ മഴവെള്ളവും ഇത് പമ്പ് ചെയ്യേണ്ട ചില കേസസ് വരും, പമ്പ് ചെയ്ത് എടുക്കേണ്ട കേസസ് വരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ ആ പമ്പ് ചെയ്ത് എടുക്കേണ്ട കേസിലും പിന്നെ അതുപോലെ ഹെവിലി ബിൽറ്റപ്പ് ഏരിയാസ് വിത്ത് ലിറ്റിൽ സ്പേസ്, അതായത് സ്ഥലം കുറവാണെങ്കിൽ, സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു കമ്പൈൻഡ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റും അതുപോലെ തന്നെ മഴവെള്ളത്തിന്റെ പൈപ്പ് ലൈനും ഇത് രണ്ടും ഒരൊറ്റ പൈപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ പോവും. ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഡിസ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് കമ്പൈൻഡ് സിസ്റ്റം. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. ടൈപ്സ് ഓഫ് സീവറേജ് സിസ്റ്റം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. The strength of sewage is less due to dilution by storm water and thus treatment is easier. ഓക്കെ, അപ്പൊ ആ സീവേജ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്ന, ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റിന്റെ സ്ട്രെങ്ത് കുറയും അല്ലെ, അതായത് അതിന്റെ കോൺസെൻട്രേഷൻ കുറയും. എന്തുകൊണ്ടാണ് കുറയുന്നത്? നമ്മുടെ സ്റ്റോം വാട്ടറും അതിലൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, മഴവെള്ളവും കൂടെ മിക്സ് ചെയ്യും. അപ്പൊ നമ്മുടെ വേസ്റ്റില്, ആ സ്ട്രോങ് ആയി നിൽക്കുന്ന വേസ്റ്റില് മഴവെള്ളം മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ഡൈല്യൂട്ട് ആവും അല്ലെ. ഇപ്പൊ ഡൈല്യൂട്ട് ആവുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് കുറയും, ആ വേസ്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, sedimentation of solids in sewers is avoided as the discharge in the sewer is small. അതായത് നമ്മുടെ സീവറില് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് വെള്ളവും കൂടെ ഒരുമിച്ച് പാസ് ചെയ്യാണ് അല്ലെ, അതായത് വേസ്റ്റ് വാട്ടറും സ്റ്റോം വാട്ടറും. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പാസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഡിസ്ചാർജ് കൂടുതലായിരിക്കും, ആ പൈപ്പിൽ വരുന്ന ഡിസ്ചാർജ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ ഡിസ്ചാർജ് വരുമ്പോ അവിടെ സെഡിമെന്റേഷന്റെ സാധ്യത കുറയും, അതായത് അടിഞ്ഞുകൂടാൻ, സോളിഡ് പാർട്ടിക്കിൾസ് പൈപ്പിന്റെ താഴേക്ക് അടിഞ്ഞുകൂടാൻ, അതാണ് സെഡിമെന്റേഷൻ. അപ്പൊ അങ്ങനെ അടിഞ്ഞുകൂടാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, പിന്നെ അതുപോലെ ക്ലീനിങ് ഓഫ് സീവർ ഇസ് ഈസിയർ ബിക്കോസ് ഓഫ് ബിഗർ സൈസ്. സീവർ വലിയ സൈസ് ആയിരിക്കും അല്ലെ, രണ്ട് വേസ്റ്റും, അതായത് സ്റ്റോം വാട്ടറും നമ്മുടെ വേസ്റ്റ് വാട്ടറും ഇത് രണ്ടും താങ്ങണം. അപ്പൊ നമ്മുടെ പൈപ്പ് ലൈൻ അത്രയും വലുതായിരിക്കും, അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ അതുപോലെ ഈസി ടു ലേ ഓൺലി വൺ ലാർജർ സീവർ ഇൻ കൺജസ്റ്റഡ് ഏരിയാസ് ആൻഡ് പ്ലംബിംഗ് ഇസ് ഓൾസോ ഈസി. അതായത് ലേ ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഒറ്റ സീവർ അല്ലേ നമ്മൾ ചെയ്യും, അതുകൊണ്ട് ലേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ പ്ലംബിംഗ് ഒക്കെ എളുപ്പമാണ് അല്ലെ. പ്ലംബിംഗ് ഉദ്ദേശിക്കുന്നത് ആ സീവറിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കണക്ഷൻ എടുക്കുന്നതും ഒക്കെ. ഓക്കെ, പിന്നെ അതുപോലെ ഇറ്റ് ഇസ് സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ മെത്തേഡ്. വളരെ സിമ്പിൾ ആണ്, ഒരൊറ്റ പൈപ്പ് മതി, എല്ലാത്തിനും കൂടെ ഒരൊറ്റ പൈപ്പ് കൊടുത്താൽ മതി. ആൻഡ് ഇറ്റ് ഈസ് എക്കണോമിക്കൽ. പക്ഷെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, അതായത് ഡ്രോബാക്സ് നമുക്ക് നോക്കാം. The cost of excavation for a larger sewer is more. അതായത് കുഴിക്കാൻ നമ്മൾക്ക് ലേ ചെയ്യണമെങ്കിൽ, പൈപ്പ് ലേ ചെയ്യണമെങ്കിൽ കുഴിക്കണം അല്ലെ. അപ്പൊ കുഴിക്കുന്ന ചാർജ് കൂടുതലാണ്, കാരണം സീവർ സൈസ് വലുതാണ്. അപ്പൊ നമുക്ക് വലിയ കുഴിയായിരിക്കും കുഴിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ പമ്പിംഗ് ഓഫ് കമ്പൈൻഡ് സീവേജസ് അൺഎക്കണോമിക്കൽ. പമ്പിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, അതായത് ഡിസ്ചാർജ് വളരെ കൂടുതലായതുകൊണ്ട് പമ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് അൺഎക്കണോമിക്കൽ ആണ്. പിന്നെ അതുപോലെ ഡ്യൂറിങ് ഹെവി റെയിൻ, ഒരുപാട് മഴ പെയ്താൽ ദ ഓവർഫ്ലോയിങ് ഓഫ് സീവേഴ്സ് വിൽ കോസ് പൊല്യൂഷൻ. സീവർ പിന്നെ ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലെ. നമുക്ക് പറഞ്ഞു കമ്പൈൻഡ് സീവർ ഇസ് യൂസ്ഫുൾ ഇൻ ഏരിയാസ് വേർ ദ റെയിൻഫോൾ ഇസ് ലെസ്. റെയിൻഫോൾ കൂടിക്കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്യും, സീവർ ഓവർഫ്ലോ ചെയ്ത് അവിടെ പൊല്യൂഷൻ ഉണ്ടാവും.
പിന്നെ അതുപോലെ പോസിബിലിറ്റി ഓഫ് സിൽറ്റിംഗ് ഡ്യൂറിങ് ഡ്രൈ വെതർ ഡ്യൂ ടു സ്ലഗ്ഗിഷ് ഫ്ലോ. ഡ്രൈ വെതർ ആണെങ്കിൽ, മഴയില്ലാത്തൊരു സമയത്താണെങ്കിൽ അവിടെ സെഡിമെന്റേഷന് സാധ്യതയുണ്ട്. ഇനിഷ്യൽ കോസ്റ്റ് ഇസ് മോർ. ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, കാരണം സീവർ സൈസ് വലുതാണ്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഇനിഷ്യൽ കോസ്റ്റ് ഇസ് മോർ. ഇനി അടുത്തത് സെപ്പറേറ്റ് സിസ്റ്റം ആണ്. അപ്പൊ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ, സെപ്പറേറ്റ്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നായിരുന്നു. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും വേറെ വേറെ തന്നെയായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് വീട്ടിൽ നിന്ന് വരുന്ന ഡൊമസ്റ്റിക് സീവേജ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സീവേജും പിന്നെ അതുപോലെ സ്റ്റോം വാട്ടർ അതായത് റെയിൻ വാട്ടർ റൺ ഓഫ് സീവറും രണ്ടും വേറെ തന്നെയാണ്. അതാണ് സെപ്പറേറ്റ് സിസ്റ്റം. In this system there are two separate sets of sievers. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് സീവർ സെറ്റുകൾ ഉണ്ട്. One set carries domestic and industrial sewage and another set carries storm water. അപ്പോൾ ഒരു സെറ്റിൽ ഡൊമസ്റ്റിക് സീവേജ് ആണ്, അതുപോലെ ഇൻഡസ്ട്രിയൽ സീവേജും. മറ്റേ സെറ്റിൽ മഴവെള്ളം അല്ലേ. So it is suitable for towns with heavy uneven rainfall and also where sewage is to be pumped. സീവേജ് പമ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ സെപ്പറേറ്റ് സീവർ സിസ്റ്റം ആണ് നല്ലത്, കാരണം കുറച്ച് ലോഡേ പമ്പ് ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ മഴവെള്ളം ഒരുപാട് വരുന്ന റീജിയൻസ് ആണെങ്കിൽ ഈ സിസ്റ്റം ആണ് നല്ലത്, കാരണം ഒരു പൈപ്പില് അത്യാവശ്യം നല്ലോണം വെള്ളം മഴവെള്ളം തന്നെ ഉണ്ടാവും അല്ലേ ക്യാരി ചെയ്യാനായിട്ട്. It is also suitable for areas with steep slope and hard soil. സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ സോയിൽ ഹാർഡായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ വീട്ടിൽ നിന്നൊക്കെ വരുന്ന അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് മാത്രമാണ് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോകുന്നത്. അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം എന്ത് വരും? ട്രീറ്റഡ് വേസ്റ്റ് ആണ് നമ്മൾ നമ്മുടെ വാട്ടർ സോഴ്സിലേക്ക് ഒഴുക്കി വിടുന്നത്. അപ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വരുന്ന ലോഡും കുറവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. The sievers are smaller and hence economical. അല്ലെ, രണ്ടും വേറെ വേറെ സീവറുകളാണ് നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ സൈസ് ആണ്, പിന്നെ എക്കണോമിക്കലും ആണ് അല്ലെ. ഇറ്റ് ഈസ് എക്കണോമിക്കൽ. സൈസ് ഓഫ് ദ സീവർ കുറയും തോറും റേറ്റും കുറയും. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് ടു ബി ട്രീറ്റഡ് ഇസ് സ്മോളർ ആൻഡ് ഹെൻസ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഇസ് ലെസ്. ക്വാണ്ടിറ്റി ഓഫ് സീവേജ് നമുക്കറിയാം ട്രീറ്റ് ചെയ്യേണ്ടത് കുറവാണ്, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് കോസ്റ്റും കുറയും. പിന്നെ അതുപോലെ നോ റിസ്ക് ഓഫ് പൊല്യൂഷൻ ഡ്യൂ ടു ഓവർഫ്ലോയിങ് ഓഫ് സ്റ്റോം വാട്ടർ ഫ്രം സീവർ. ഇപ്പൊ സീവറിൽ നിന്ന് റെയിൻ വാട്ടർ ഓവർഫ്ലോ ചെയ്യില്ല അല്ലേ, കാരണം റെയിൻ വാട്ടറിന് നമ്മൾ വേറെ തന്നെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പൊല്യൂഷനുള്ള സാധ്യതയില്ല. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് ടു ബി പംപ്ഡ് ഇഫ് നെസസറി ഈസ് സ്മോൾ. പമ്പ് ചെയ്യേണ്ടി വന്നാൽ അവിടെ പമ്പ് ചെയ്യേണ്ട എമൗണ്ട് വളരെ കുറവാണ്. ഹെൻസ് കോസ്റ്റ് ഓഫ് പമ്പിങ് ഇസ് ലോ. കോസ്റ്റും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് സെപ്പറേറ്റ് സീവേഴ്സിന്റെ അഡ്വാൻറ്റേജസ്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഡ്യൂ ടു സ്മോൾ ഡിസ്ചാർജ് ഇൻ സീവേഴ്സ് the self-cleansing velocity is not maintained and hence the possibility of silting. ഇപ്പൊ നമ്മുടെ അവിടെ ഡിസ്ചാർജ് കുറവാണ് അല്ലെ, നമ്മുടെ വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്, ആ പൈപ്പിലെ ഡിസ്ചാർജ് കുറവാണ്. അപ്പൊ കുറവായതുകൊണ്ട് there are chances that the self-cleansing velocity is not maintained. എന്താണ് self-cleansing velocity? നിങ്ങൾ FM-ലൊക്കെ പഠിച്ചു കാണും, എന്നാലും പറയാം. നമ്മളൊരു പൈപ്പ് ലേ ചെയ്യുകയാണെങ്കിൽ ആ പൈപ്പില് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കാതെ തന്നെ ആ പൈപ്പിലുള്ള ഡിസ്ചാർജ് ഒഴുകണം. ഓക്കെ,
അതാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. അതിന് സ്വന്തം തനിയെ ഒഴുകാൻ പറ്റുന്ന ആ ഒരു വെലോസിറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു വെലോസിറ്റി കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ട്? അതിൽ വരുന്ന ഡിസ്ചാർജ് കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് there are possibility of silting. നേരത്തെ പറഞ്ഞ സിൽറ്റിങ്, സെഡിമെന്റേഷൻ അല്ലെ, ആ പാർട്ടിക്കിൾസ് ഒക്കെ എന്താ വെലോസിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു വെള്ളം ഒരു എന്താണ് പൈപ്പിലൂടെ വെള്ളം ഒഴുകുകയാണ്. ആ വെള്ളം ഒഴുകുമ്പോൾ ആ ഒഴുക്കത്തിന്റെ സ്പീഡ് കുറഞ്ഞാൽ ആ വെള്ളത്തിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ താഴേക്ക് അടിഞ്ഞു കൂടാനുള്ള ഒരു ടെൻഡൻസി വരും അല്ലേ? അതിനെയാണ് സിൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ there are possibility of silting. കാരണം വെലോസിറ്റി ഇല്ല, ചെറിയ സ്പീഡിലായിരിക്കും വെള്ളം പോകുന്നത്. പിന്നെ അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് 2 sets of sievers is more. അപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സീവർ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 2 സെറ്റ് സീവേഴ്സ് ഉണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഗ്രേറ്റർ ഒബ്സ്ട്രക്ഷൻ ടു ട്രാഫിക് ഡ്യൂറിങ് റിപ്പയർ. അതായത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്രാഫിക്കിന്, അതായത് നമ്മൾ ഈ സീവേഴ്സ് ഇടുന്നത് റോഡിന്റെ സൈഡിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ ട്രാഫിക്കിന് അതൊരു ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ പ്ലംബിംഗ് ഇസ് നോട്ട് സിമ്പിൾ അല്ല. അങ്ങനെ 2 വേറെ വേറെ സീവേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് പ്ലംബിംഗ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും പണി വന്നാൽ അതൊന്നും എളുപ്പമല്ല. ഇനി അടുത്ത സിസ്റ്റം ആണ് പാർഷ്യലി സെപ്പറേറ്റ് ഓർ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. അപ്പൊ ഇത് പാർഷ്യലി സെപ്പറേറ്റ് ആണ്, അപ്പൊ ഫുള്ളി സെപ്പറേറ്റഡ് അല്ല അല്ലേ? അതായത് സ്റ്റോം വാട്ടറും പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറും ഇത് രണ്ടും വേറെ വേറെ പൈപ്പിലൂടെ തന്നെയല്ല ഒഴുകണത്. കുറച്ച് ഭാഗം സ്റ്റോം വാട്ടറിന്റെ കുറച്ച് ഭാഗം നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ കൂടെ ഒഴുകുന്നുണ്ട്. അതാണ് പാർഷ്യലി സെപ്പറേറ്റ് അല്ലെങ്കിൽ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. സോ there are 2 separate sets of sewer. ഇവിടെയും 2 സെറ്റ് സീവർ ഉണ്ട്. ഒരു സെറ്റിൽ എന്തൊക്കെയാണുള്ളത്? ഒരു സെറ്റ് സീവർ carries domestic and industrial sewage and also a part of storm water during heavy rain. അപ്പോൾ ഒരു സെറ്റ് സീവർ, സപ്പോസ് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് സീവർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 സെറ്റ് ഓഫ് സീവർ ഇതായിരിക്കും, നെക്സ്റ്റ് സെറ്റ് ഓഫ് സീവർ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് സീവറിൽ ബോത്ത് ഡൊമസ്റ്റിക് വേസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ എ പാർട്ട് ഓഫ് സ്റ്റോം വാട്ടർ. സ്റ്റോം വാട്ടർ വളരെ കൂടുതലാണെങ്കിൽ, റെയിൻ വാട്ടർ വളരെ കൂടുതലാണെങ്കിൽ എ പാർട്ട് ഓഫ് സ്റ്റോം വാട്ടറും എന്തിൽ തന്നെ ഉണ്ടായിരിക്കും? ഈ ആദ്യത്തെ സെറ്റ് പൈപ്പിൽ ഉണ്ടായിരിക്കും. The other set carries only storm water during normal rain. മറ്റേ സെറ്റിൽ എന്ത് മാത്രമാണുള്ളത്? സ്റ്റോം വാട്ടർ മാത്രമാണുള്ളത്. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് ഓഫ് റെയിനിൽ ഒരു സെറ്റ് ഓഫ് പൈപ്സിൽ എന്താ ഉള്ളത്? രണ്ടും അല്ലേ? നമ്മുടെ സീവേജും ഉണ്ട്, സ്റ്റോം വാട്ടറും ഉണ്ട്. മറ്റേ സെറ്റിൽ സ്റ്റോം വാട്ടർ മാത്രം. ഓക്കെ, as it is a compromise between combined system and separate system, it's suitable for situations with average conditions of distribution and intensity of rainfall and occasional heavy rains. അപ്പോൾ ഇത് എങ്ങനത്തെ സ്ഥലത്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? ആവറേജ് കണ്ടീഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ അല്ലെ? ഒരു ആവറേജ് റെയിൻഫോൾ, വളരെ കുറവുമല്ല ഒരുപാട് ഹൈ റെയിൻഫോളും അല്ല, ഒരു ആവറേജ് റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഒക്കേഷണൽ ഹെവി റെയിൻസ്, വല്ലപ്പോഴും ഒക്കെ ഹെവി റെയിൻ വരാം, പക്ഷെങ്കിൽ പൊതുവെ ഉള്ള ട്രെൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് റെയിൻഫോൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ പാർഷ്യലി സെപ്പറേറ്റ് ഓർ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിലും അതേട്ടോ, ഈ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു പൈപ്പിലൂടെ ട്രീറ്റ് ചെയ്തതിന് ശേഷം
അല്ല ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോകും. ഓക്കെ, ഈ ഒരു പൈപ്പ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോകും. പിന്നെ സ്റ്റോം വാട്ടർ പിന്നെ നമുക്ക് ഡയറക്ട്ലി സോഴ്സിലേക്ക് കളയാൻ സാധിക്കും. അതായത് ഒരു വാട്ടർ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോം വാട്ടർ കളയാം, ഒഴിവാക്കാം. ഓക്കെ, ഇനി ഈ ഒരു സിസ്റ്റത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്കണോമിക്കൽ സിസ്റ്റം ആൻഡ് പ്രൊവൈഡ്സ് റീസണബിൾ സൈസസ് ഓഫ് സീവർ. അപ്പൊ ഒരുപാട് വലിയ സൈസും വേണ്ട, വളരെ ചെറിയ സൈസും ആയിരിക്കില്ല അല്ലെ. കമ്പൈൻഡ് സിസ്റ്റത്തിനെ പോലെ വലിയ സൈസ് സീവർ അല്ല, എന്നാൽ സെപ്പറേറ്റ് സിസ്റ്റത്തിനെ പോലെ ചെറിയ സൈസ് സീവേഴ്സും അല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റീസണബിൾ സൈസ് ഓഫ് സീവർ. പിന്നെ ഹൗസ് പ്ലംബിംഗ് ഇസ് സിമ്പിൾ. ഹൗസ് പ്ലംബിംഗ് എളുപ്പമാണ് ഈ ഒരു കേസിൽ. As a part of rainwater is allowed into the sewer carrying sewage, necessity of flushing is reduced. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പാർട്ട് ഓഫ് സ്റ്റോം വാട്ടർ, മഴവെള്ളം, ചെറിയ ശതമാനം മഴവെള്ളം സീവർ ലൈനിലൂടെ പോകുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് ഫ്ലഷിംഗ് അത്യാവശ്യമല്ല. ഓക്കെ, പിന്നെ അതുപോലെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അറ്റൈൻ ചെയ്തോളണം എന്നില്ല. എപ്പോ? ഡ്യൂറിങ് ഡ്രൈ വെതർ, അതായത് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് അത് സ്വന്തമായി ഒഴുകിക്കൊള്ളണമെന്നില്ല, വേസ്റ്റ് പൈപ്പിൽ ഒഴുകിക്കൊള്ളണം എന്നില്ല. അതുപോലെ അവിടുത്തെ കോസ്റ്റ് ഓഫ് പമ്പിങ് ഇസ് മോർ. ഓക്കെ, പമ്പിങ് കോസ്റ്റ് കൂടുതലാണ്, കാരണം ഡിസ്ചാർജ് കൂടുതലാണ് അല്ലേ, കമ്പയർഡ് ടു സെപ്പറേറ്റ് സിസ്റ്റം. പിന്നെ അതുപോലെ പോസിബിലിറ്റീസ് ഓഫ് ഓവർഫ്ലോയും ഉണ്ട്, കാരണം പെട്ടെന്നൊരു ഹെവി റെയിൻഫോൾ വന്നാൽ there are possibilities of overflow. അപ്പൊ ഇതാണ് കുറച്ച് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പാർഷ്യലി സെപ്പറേറ്റ് ഓർ പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഒരു കമ്പാരിസൺ നോക്കാം. അപ്പൊ ഈ മൂന്ന് സിസ്റ്റംസിന്റെയും കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഓരോ ഐറ്റംസ് എടുക്കുകയാണ്. നമ്പർ ഓഫ് സീവേഴ്സ്, കമ്പൈൻഡ് സിസ്റ്റത്തിൽ ഒരൊറ്റ സീവർ സെറ്റ് മതി അല്ലെ, ഒരൊറ്റ പൈപ്പ് മതി. സെപ്പറേറ്റ് സിസ്റ്റത്തിൽ 2 സെറ്റ് വേണം, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിലും 2 സെറ്റ് ആവശ്യമാണ്. പിന്നെ അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിലോ, കമ്പൈൻഡ് സിസ്റ്റത്തിൽ സിമ്പിൾ അറേഞ്ച്മെന്റ് ആണ്, ഒരു പൈപ്പേ വേണ്ടു അല്ലെ, അപ്പൊ ആ ഒരു പൈപ്പ് നമുക്ക് ലേ ചെയ്യാം. പക്ഷെ സെപ്പറേറ്റ് സിസ്റ്റത്തിലും പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിലും 2 സെറ്റ് പൈപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് അത് ലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അറേഞ്ച് ചെയ്യണം, 2 പൈപ്പും നല്ലപോലെ അറേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ സൈസ് ഓഫ് സീവറിന്റെ സൈസ് അത് നമ്മൾ പറഞ്ഞു അല്ലെ, കമ്പൈൻഡ് സിസ്റ്റത്തില് മഴവെള്ളവും അതുപോലെ നമ്മുടെ വീട്ടിലെയും ഇൻഡസ്ട്രിയിലും വേസ്റ്റ് വാട്ടറും ഇത് രണ്ടും കൂടെ ക്യാരി ചെയ്യുന്നത് കൊണ്ട് ഡിസ്ചാർജ് കൂടുതലായിരിക്കും, അതുകൊണ്ട് സീവറിന്റെ സൈസ് വലുതാണ്. നേരെ മറിച്ച് സെപ്പറേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഒന്ന് മാത്രം മതി അല്ലേ, ഒന്നെങ്കിൽ സ്റ്റോം വാട്ടർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ സൈസ് കുറവാണ്. അപ്പൊ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിൽ ഈ രണ്ടിന്റെ ഇടയിലായിരിക്കും അല്ലെ, മീഡിയം സൈസ് ആണ് വേണ്ടത്. പിന്നെ അതുപോലെ ലോഡ് ഓൺ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കമ്പൈൻഡ് സിസ്റ്റത്തിന് ഒരുപാട് ലോഡ് വരും, കാരണം സ്റ്റോം വാട്ടറും ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ സെപ്പറേറ്റ് സിസ്റ്റത്തിൽ അതില്ല അല്ലെ, നമ്മുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാത്രം ട്രീറ്റ് ചെയ്താൽ മതി, അപ്പൊ ലോഡ് ലെസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കും പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. പിന്നെ അടുത്തത് ക്ലീനിങ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഈസി, കാരണം ഫ്ലഷിങ്ങിന്റെ ഒരു ആവശ്യം വരുന്നില്ല, സ്റ്റോം വാട്ടർ ഉണ്ട് ഇതില്, ആ സ്റ്റോം വാട്ടർ നമ്മുടെ വേസ്റ്റിനെ ക്യാരി ചെയ്യും അല്ലെ. പിന്നെ അതുപോലെ തന്നെ പോസിബിലിറ്റി ഓഫ് സിൽറ്റിംഗ്, സമ്മർ സീസണിൽ സിൽറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ, മഴയില്ലാത്ത സമയത്ത് there are chances of silting അല്ലെങ്കിൽ sedimentation. സെപ്പറേറ്റ് സിസ്റ്റത്തിൽ ക്ലീനിങ് ബുദ്ധിമുട്ടാണ്, കാരണം
ഫ്ലഷിങ് അത്യാവശ്യമാണ് അവിടെ. പിന്നെ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിൽ ക്ലീനിങ് ബുദ്ധിമുട്ടാണ്, പിന്നെ ചില സമയത്ത് ഫ്ലഷിങ് ആവശ്യമാണ്, പക്ഷെ പൊതുവെ കുറവാണ്, അത്ര ആവശ്യമില്ല. പിന്നെ മെയിൻ്റനൻസ് പറയുകയാണെങ്കിൽ മെയിൻ്റനൻസ് കമ്പൈൻഡ് സിസ്റ്റത്തിൽ ചെറിയ മെയിൻ്റനൻസേ വേണ്ടൂ, പക്ഷേങ്കിൽ പമ്പിങ് വേണം, ഹൈ പമ്പിങ്, കാരണം ഡിസ്ചാർജ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് പമ്പിങ് നല്ലോണം വേണം കമ്പയർഡ് ടു സെപ്പറേറ്റ് സിസ്റ്റം. സെപ്പറേറ്റ് സിസ്റ്റത്തിൽ മെയിൻ്റനൻസ് കൂടുതലാണ്, കാരണം 2 പൈപ്പ് ഉണ്ട് അല്ലേ. പിന്നെ പമ്പിങ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു കമ്പൈൻഡ് സിസ്റ്റം കുറവാണ്. പാർഷ്യലി സെപ്പറേറ്റ് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ റീസണബിൾ ആണ്. പിന്നെ ഓപ്പറേഷൻ കമ്പൈൻഡ് സിസ്റ്റത്തിൽ എളുപ്പമാണ്, കാരണം ഒരു പൈപ്പേ ഉള്ളൂ, എല്ലാ വേസ്റ്റും ഒരു പൈപ്പിലാണ്. സെപ്പറേറ്റും പാർഷ്യലി സെപ്പറേറ്റും ഓപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, പിന്നെ 2 പൈപ്പ് ലൈൻസിലൂടെ വേറെ വേറെ ആയിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കമ്പാരിസൺ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഒന്നെങ്കിൽ കമ്പയർ ദ സിസ്റ്റംസ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ 3 സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ വാട്ടർ സപ്ലൈ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിച്ചൊരു കാര്യമാണ് അല്ലേ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈ എങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു എന്ന്. അതുപോലെ നമുക്കിനി സീവേജ് എങ്ങനെ പൈപ്പ് ലൈൻസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന് ക്വാണ്ടിറ്റി എത്രത്തോളം സീവേജ് വരും എന്നുള്ളത് അറിയണം. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു.